നമസ്കാരം, സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ പൊന്നാനി സംസ്ഥാന പാതയിലെ അപകടക്കുഴികൾ യാത്രക്കാരെ വലയ്ക്കുന്നു. അറ്റകുറ്റപ്പണിയെന്നു പറഞ്ഞ് കണ്ണിൽ പൊടിയിടുന്ന പ്രവൃത്തികൾ ചെയ്തുവെന്നും ആരോപണം. ബസിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യുവതിക്ക് രക്ഷകരായി ജീവനക്കാർ. വടക്കാഞ്ചേരി ചാവക്കാട് റൂട്ടിലോടുന്ന PVT ബസിലെ ഡ്രൈവറും കണ്ടക്ടറുമാണ് ജീവൻ രക്ഷകരായത്. കുന്നംകുളം ഗുരുവായൂർ റോഡിലെ പാതയോരത്തെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികന് പരിക്ക്. പെരുമ്പിലാവ് റോഡിലെ കുഴികളിൽ വീണ് 2 ബൈക്ക് യാത്രികർ മരിച്ച സംഭവത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി. ചാവക്കാട് ജ്വല്ലറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ അസഭ്യം പറഞ്ഞ് ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലെ പ്രതിയെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട് ചാഴിയാട്ടിരി മലയംകുന്നത്ത് വീട്ടിൽ രജീഷാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ പൊന്നാനി സംസ്ഥാന പാതയിലെ അപകടക്കുഴികൾ യാത്രക്കാരെ വലയ്ക്കുന്നു. AE ഓഫീസ്, പുന്നൂക്കാവ്, ആൽത്തറ, നാലാംകല്ല് എന്നിവിടങ്ങളിലാണ് വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. മഴയ്ക്ക് മുൻപ് പൊതുമരാമത്ത് വകുപ്പ് അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും ചെറിയ കുഴികൾ മാത്രമാണ് അടച്ചതെന്നാണ് ആക്ഷേപം. പുന്നൂക്കാവ് സെന്ററിൽ സ്ഥിരം വെള്ളക്കെട്ടാണ്. ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡ് എതിർവശത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് മാറ്റി. വാഹനങ്ങൾ പോകുമ്പോൾ വെള്ളം ശരീരത്തിലേക്ക് തെറിക്കുന്നതിനാൽ യാത്രക്കാർക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ കഴിയില്ല. മഴ കനത്താൽ ബസ് സ്റ്റോപ്പിലും വെള്ളം കയറും. AE ഓഫീസ് മുതൽ പുന്നൂക്കാവ് ജലസംഭരണി വരെ റോഡിന് കിഴക്കുഭാഗത്ത് കാന പണിതിട്ടുണ്ടെങ്കിലും കാട് കയറിയ നിലയിലാണ്. പുന്നൂക്കാവ് സെന്ററിലെ പ്രധാന കലുങ്കിലെ ഒഴുക്കും കുറവാണ്. എല്ലാ മഴക്കാലത്തും ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ടെങ്കിലും പ്രതിഷേധമുയർന്നാൽ മാത്രമാണ് മരാമത്ത് ഇടപെടൽ ഉണ്ടാകാറുള്ളൂ എന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. മരാമത്ത് വിഭാഗം നടത്തിയെന്ന് പറയുന്ന മൺസൂൺ റിപ്പയറിംഗിൽ റോഡിലെ വലിയ കുഴികൾ ഒഴിവാക്കിയതിൽ ഓട്ടോ ടാക്സി ബസ് ഡ്രൈവേഴ്സ് യൂണിയനുകൾ പ്രതിഷേധിച്ചു. കണ്ണിൽ പൊടിയിടാനുള്ള പണി മാത്രമാണ് നടത്തിയതെന്ന് ഇവർ ആരോപിച്ചു. മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടുന്ന വന്നേരി മുതലുള്ള പ്രദേശത്ത് സമാനമായ കുഴികളിൽ വീണ് അപകടം പതിവായപ്പോൾ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തിറങ്ങി. റോഡിലെ കുഴിയടയ്ക്കാൻ സ്വകാര്യ ബസ് ജീവനക്കാർ ഒരു ദിവസത്തെ പണിമുടക്ക് പ്രഖ്യാപിച്ചപ്പോൾ അധികൃതർ കുഴികൾ താൽക്കാലികമായി മണ്ണിട്ട് മൂടി. സിസിടിവി ന്യൂസ്, പുന്നേർകുളം. കുന്നംകുളം ഗുരുവായൂർ റോഡിലെ പാതയോരത്തെ കുഴിയിൽ ബൈക്ക് വീണ് യാത്രികന് പരിക്കേറ്റു. കാണിപ്പയ്യൂർ സ്വദേശി 20 വയസ്സുള്ള സജനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിയോടെയായിരുന്നു അപകടം. കുന്നംകുളം ഗുരുവായൂർ റോഡിലെ ഇട്ടിമാണി ആശുപത്രിക്ക് സമീപത്തെ വർക്ക്ഷോപ്പിലേക്ക് ബൈക്ക് ഇറക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് സമീപത്തെ കുഴിയിലേക്ക് വീഴുകയായിരുന്നു. പരിക്കേറ്റ സജനെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യുവതിക്ക് രക്ഷകരായി ജീവനക്കാർ. വടക്കാഞ്ചേരി ചാവക്കാട് റൂട്ടിലോടുന്ന PVT ബസിലെ ഡ്രൈവർ രജനീഷ്, കണ്ടക്ടർ കൃഷ്ണൻ എന്നിവരാണ് യുവതിയെ ആശുപത്രിയിലെത്തിച്ച ജീവൻ രക്ഷിച്ചത്. റഷീദ് എരുമപ്പെട്ടി തയ്യാറാക്കിയ റിപ്പോർട്ട്. വ്യാഴാഴ്ച രാത്രി 8:30ഓടെയാണ് സംഭവം. കുന്നംകുളത്തു നിന്ന് വടക്കാഞ്ചേരിയിലേക്ക് സർവീസ് നടത്തുകയായിരുന്ന PVT ബസ് ചൊവ്വനൂരിൽ എത്തിയപ്പോഴാണ് ബസ്സിലെ യാത്രക്കാരിയായ യുവതി ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ ബസ്സിലെ ഡ്രൈവറായ രജനീഷും കണ്ടക്ടറായ കൃഷ്ണനും യുവതിയെ ആശുപത്രിയിലെത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തെ 8:05 ലാസ്റ്റ് ട്രിപ്പ് പോരുമ്പോൾ വണ്ടിയിലുള്ള യാത്രക്കാർക്ക് പെട്ടെന്ന് വയ്യ തോന്നി. വെള്ളം ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ വെള്ളം കൊടുക്കുമ്പോഴേക്കും ആള് പെട്ടെന്ന് കുഴഞ്ഞിരുന്നു സീറ്റിൽ. അപ്പോൾ ഞങ്ങൾ വേറെ എവിടെയും നിർത്താൻ്റെ ആൾക്കാരുടെ സഹകരണം, എൻ്റെ കണ്ടക്ടറുടെ സഹകരണം ഒക്കെ കൂടിയിട്ട് എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കി നേരെ എവിടെയും നിർത്താൻ നേരെ അല്ലമ്മി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. അവിടെ ചെന്നു സ്റ്റെച്ചിൽ എടുത്ത് ഞാൻ എടുത്ത് കൊണ്ടുപോയിട്ട് കിടത്തിയത്. അവിടെ ചെന്ന് ഡോക്ടർ കണ്ടപ്പോൾ പറഞ്ഞു ഇപ്പോൾ വന്നത് നന്നായി, അതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ പറ്റി, കൈയൊക്കെ തന്നിട്ട് പോകുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ആൾക്കാർ യാത്രക്കാരനാണ് കൂടുതൽ. അത് കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് പോകുന്നു. ഞാനും ഉണ്ടാകുന്നു, എൻ്റെ കണ്ടക്ടർ കൃഷ്ണനും യാത്രക്കാരെയും സഹകരണം ഉണ്ടാകുന്നു. മറ്റു സ്റ്റോപ്പുകളിൽ ബസ് നിർത്തി സമയം പാഴാക്കാതെ ഹോൺ മുഴക്കി വേഗത്തിൽ ബസ് ഓടിച്ച് ഏകദേശം 4 കിലോമീറ്റർ ദൂരെയുള്ള പന്നിത്തടം അല്ലമീൻ ആശുപത്രിയിൽ യുവതിയെ എത്തിക്കുകയായിരുന്നു. ഇതിനുശേഷം മുമ്പുള്ള സ്റ്റോപ്പിൽ ഇറങ്ങേണ്ട യാത്രക്കാരെ കുന്നംകുളത്തേക്ക് പോകുന്ന മറ്റൊരു ബസ്സിൽ കയറ്റിവിട്ടു. പിന്നീടാണ് PVT ബസ് വടക്കാഞ്ചേരിയിലേക്ക് യാത്ര തിരിച്ചത്. മരത്തംകോട് സ്വദേശിയായ യുവതിക്ക് കാര്യമായ പ്രശ്നങ്ങളില്ലാത്തതിനാൽ പ്രഥമ ശുശ്രൂഷ നൽകി ബന്ധുക്കളോടൊപ്പം വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഡ്രൈവർ രജനീഷ് എരുമപ്പെട്ടി കുണ്ടന്നൂർ തൃക്കണപതിയാരം സ്വദേശിയാണ്. കണ്ടക്ടർ കൃഷ്ണൻ മിണാലൂർ സ്വദേശിയാണ്. സാധാരണ ബസ് തൊഴിലാളികളും യാത്രക്കാരും തമ്മിലുള്ള സംഘർഷങ്ങളുടെ വാർത്തകളാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണാറുള്ളത്. എന്നാൽ ബസ് ജീവനക്കാരും മനുഷ്യരാണ്, അവർക്കും നന്മയുള്ള ഒരു ഹൃദയമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. ക്യാമറ പേഴ്സൺ സിദ്ദീഖ് ആദൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി.
ചാവക്കാട് ജ്വല്ലറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ അസഭ്യം പറഞ്ഞ് ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലെ പ്രതിയെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട് ചാഴിയാട്രി മലയംകുന്നത്ത് വീട്ടിൽ രജീഷിനെയാണ് ചാവക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ വി സജീവന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ക്രൂരമായ മർദ്ദനത്തിൽ കലാശിച്ചത്. പാലക്കാട് ഭാഗങ്ങളിൽ ഒളിവിലായിരുന്ന പ്രതിയെ ചാവക്കാട് പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. SI അൻവർ സദത്ത്, CPO അനൂപ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. മരത്തുംകോട് ഗവൺമെന്റ് ഹൈസ്കൂളിന് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കവാടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി മുഖ്യാതിഥിയായി. അസിസ്റ്റന്റ് എഞ്ചിനീയർ സരീഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് 2 ഘട്ടങ്ങളിലായി 20 ലക്ഷം രൂപ അടങ്കൽ തുക വകയിരുത്തിയാണ് കവാടവും ചുറ്റുമതിലും ഇന്റർലോക്ക് ടൈൽ വിരിക്കലും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള കോൺക്രീറ്റ് കാനയും നിർമ്മിച്ചത്. 50 വർഷം പിന്നിടുന്ന വിദ്യാലയത്തിന്റെ തുടർ വികസന പ്രവർത്തനങ്ങൾക്കായി ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ കൂടി അനുവദിച്ചതായും ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ അറിയിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ ടെസി ഫ്രാൻസിസ്, പ്രധാന അധ്യാപിക രശ്മി ടീച്ചർ, പ്രിൻസിപ്പൽ ഇൻചാർജ് ബീന, PTA പ്രസിഡന്റ് മുഹമ്മദ് റാഫി, മാതൃസംഘം പ്രസിഡന്റ് ശ്രീകല ശങ്കരനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലബോറട്ടറി നിരക്ക് സൗജന്യമാക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്ത് നിവാസികളായ അഗതി ആശ്രയ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്കും അതിദരിദ്രരുടെ ലിസ്റ്റിൽപ്പെട്ടവർക്കും അന്ത്യോദയ അന്നയോജന ഗുണഭോക്താക്കൾക്കുമാണ് ലബോറട്ടറി നിരക്ക് തികച്ചും സൗജന്യമാക്കിയത്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് രോഗികളിൽ BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് 50% നിരക്ക് സൗജന്യമാക്കാനും തീരുമാനിച്ചു. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ചാണ് സമൂഹത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് നിരക്ക് സൗജന്യമാക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചത്. നിലവിൽ 40 ടെസ്റ്റുകളാണ് എളവള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നാമമാത്രമായ നിരക്കിൽ ലഭ്യമാക്കിയിരുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി വിഹിതം വകയിരുത്തി കൂടുതൽ ജനങ്ങളിലേക്ക് ലാബ് സൗകര്യം വ്യാപിപ്പിക്കുന്നതിനാണ് ഭരണസമിതി ആലോചിക്കുന്നതെന്ന് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു. വളരെ നല്ല രീതിയിൽ 40 ഇന ടെസ്റ്റുകളാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ നിവാസികളായിട്ടുള്ള അഗതി ആശ്രയ വിഭാഗത്തിൽപ്പെടുന്നവരും അതിദരിദ്ര വിഭാഗത്തിൽപ്പെടുന്നവർക്കും മഞ്ഞക്കാർഡുള്ള റേഷൻ കാർഡുള്ളവർക്കും പരിപൂർണമായും ലാബിൻ്റെ നിരക്ക് സൗജന്യമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. BPL കാർഡ് ഉടമകളായിട്ടുള്ളവർക്കും എളവള്ളി ഗ്രാമപഞ്ചായത്ത് നിവാസികളായിട്ടുള്ളവർക്ക് 50% നിരക്ക് കുറച്ചു കൊടുക്കാനാണ് എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഐക്യകണ്ഠേന തീരുമാനിച്ചത്. പടിപടിയായി എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പേർക്കും ഈ ലാബ് സൗകര്യം പരിപൂർണമായും സൗജന്യമാക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷാരംഭത്തിൽ പുതുവത്സര സമ്മാനമായാണ് എളവള്ളിയിൽ ലബോറട്ടറി ആരംഭിച്ചത്. സർക്കാർ നിയമിച്ച ലാബ് ടെക്നീഷ്യന്റെ സേവനം ലാബിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. പുതിയ സംരംഭമായതിനാൽ എല്ലാ മെഷീനുകളും നവീന രീതിയിലുള്ളതാണ്. രാവിലെ 9 മണി മുതൽ 1 മണി വരെയാണ് ലാബിന്റെ പ്രവർത്തനം. വൈകുന്നേരം 4 മണിക്ക് മുമ്പായി പരിശോധനാ ഫലം ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകും. CCTV ന്യൂസ്, കേച്ചേരി. പെരുമ്പിലാവ് റോഡിലെ കുഴികളിൽ വീണതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ 2 ബൈക്ക് യാത്രികർ മരിച്ച സാഹചര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, KSTP ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റും അഭിഭാഷകനുമായ CB രാജീവാണ് പരാതി നൽകിയത്. തകർന്ന തരിപ്പണമായ തൃശൂർ കല്ലുംപുറം സംസ്ഥാന പാതയിൽ അപകടങ്ങൾ നിത്യസംഭവമാണ്. റോഡ് നന്നാക്കാത്തത് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ കാരണമെന്ന് പരാതിയിൽ പറയുന്നു. 29 ലക്ഷം രൂപ റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി അനുവദിച്ചിട്ടും കുഴി അടച്ചില്ലെന്നും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ നൽകിയ വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ പാതയിലുണ്ടായ റോഡപകടങ്ങളുടെ പട്ടിക പരാതിയോടൊപ്പം നൽകിയിട്ടുണ്ട്. FIR രജിസ്റ്റർ ചെയ്ത് ഉടൻ കേസെടുക്കണമെന്നാണ് ആവശ്യം. കേസെടുക്കുന്നതിന് പോലീസ് മടിക്കുന്ന വശം കോടതിയെ സമീപിക്കുമെന്നും അഡ്വക്കേറ്റ് CB രാജീവ് പറഞ്ഞു. ഞാൻ KSTP കുറ്റിപ്പുറം എഞ്ചിനീയറോട് ഈ 29 ലക്ഷം രൂപ നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള വിവരാവകാശത്തിനുള്ള മറുപടി എനിക്ക് ലഭിച്ചത് ഞാൻ വായിക്കാം. താങ്കൾ വിവരാവകാശപ്രകാരം ആവശ്യപ്പെട്ട കുന്നംകുളം തൃശ്ശൂർ വരെയുള്ളതായ റോഡിലെ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തിക്ക് ജൂൺ 2024 യാതൊരു തുകയും ചെലവഴിച്ചിട്ടില്ല എന്നറിയിക്കുന്നു. അപ്പോൾ ആ 29 ലക്ഷം രൂപ എവിടെയാണ് പോയത്? എന്താണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ യാതൊരു തരത്തിലുള്ള നടപടിയും ചെയ്യാത്തത്? അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾക്ക് ഉത്തരവാദി, ഈ വീഴ്ചകൾക്ക് ഉത്തരവാദി ഇവിടുത്തെ എഞ്ചിനീയർമാരാണ്, ഇവിടുത്തെ PWD എഞ്ചിനീയറാണ്, സർക്കാരാണ് എന്ന് മാത്രമല്ല KSTPയിലെ കരാറുകാർ എഞ്ചിനീയറുമാണ്.
ആയതുകൊണ്ട് അവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. തീർച്ചയായും പോലീസ് അതിൽ അനാസ്ഥ കാണിക്കുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട കോടതികളിൽ ഇതിൻ്റെ കേസ് കൊടുത്തുകൊണ്ട് നിവൃത്തിക്കായി ഇത് പോരാടുക തന്നെ ചെയ്യും എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരുമനയൂർ പഞ്ചായത്ത് 1-ാം വാർഡിൽ പട്ടികജാതി വികസന വകുപ്പിന്റെ അംബേദ്കർ ഗ്രാമ വികസന പദ്ധതിയുടെ ഭാഗമായുള്ള ഭവന നിർമ്മാണ ഉദ്ഘാടനം നടന്നു. ഒറ്റത്തെങ്ങിൽ ഗുണഭോക്താവായ രതീഷ് വെള്ളാനിയുടെ ഭവന പുനരുദ്ധാരണ പ്രവൃത്തി ആരംഭിച്ചുകൊണ്ട് NK അക്ബർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രം ഓവർസിയർ PR നവനീത റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ET ഫിലോമിന ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈനി ഷാജി, പഞ്ചായത്ത് 3-ാം വാർഡ് മെമ്പർ ഹസീന അൻവർ എന്നിവർ സംസാരിച്ചു. ഒറ്റത്തെങ്ങ് നഗറിലെ 37 വീടുകളുടെ പുനരുദ്ധാരണം, ആയിഷ കാന നിർമ്മാണം, നിലവിലെ കാനയുടെ അറ്റകുറ്റപ്പണി, ഗാർഹിക മാലിന്യ സംസ്കരണ സംവിധാനം സ്ഥാപിക്കൽ തുടങ്ങി 1 കോടി രൂപയുടെ പ്രവൃത്തികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. SSC വിഭാഗങ്ങൾക്കും ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. വടക്കാഞ്ചേരി വാഴാനി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് ഷട്ടറുകൾ ഉയർത്തിയത്. 64.48 മീറ്റർ സംഭരണശേഷിയുള്ള ഡാമിൽ ഇപ്പോൾ 60.83 ജലനിരപ്പ്. ജലനിരപ്പ് ക്രമീകരിക്കുവാനായി 5 സെന്റിമീറ്റർ വീതം 4 ഷട്ടറുകൾ തുറന്നു. എഞ്ചിനീയർ PB സുമ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ PS സാൽവിൻ, നെവിൻ J തേറാട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഡാം തുറന്നത്. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, ബ്ലോക്ക് മെമ്പർ ബിജു എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. വാഴാനി കനാലിനും വടക്കാഞ്ചേരി കേച്ചേരി പുഴയോരത്തുള്ളവരും ജാഗ്രത പുലർത്തണമെന്നും ജനങ്ങൾ പുഴയിലും കനാലിലും ഇറങ്ങരുതെന്നും അധികൃതർ അറിയിച്ചു. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം 2024 എന്ന പേരിൽ അനുമോദന സദസ്സ് നടത്തി. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സർക്കാരിന്റെ ക്രിയാത്മകമായ ഇടപെടലുകൾക്കൊപ്പം പൊതുജനങ്ങളുടെ ബൃഹത്തായ പങ്കാളിത്തം കൂടി ഉണ്ടാകുമ്പോഴാണ് ഏതൊരു പൊതുമേഖലാ സ്ഥാപനങ്ങളും വിജയിക്കുന്നതെന്ന് MLA പറഞ്ഞു. 100% വിജയം കൈവരിക്കാൻ വേണ്ടി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കിയ അധ്യാപകരെയും അദ്ദേഹം അഭിനന്ദിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പറും കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ PI രാജേന്ദ്രൻ അധ്യക്ഷനായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ ഉപഹാര സമർപ്പണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ ജയകുമാർ പുളയ്ക്കൽ, നിഷിൽ കുമാർ, KU നാസർ, നസ്രത്ത് അബ്ദുൽ ഖാദർ, ബ്ലോക്ക് മെമ്പർ CK വിശ്വംഭരൻ, PTA പ്രസിഡന്റ് KA സുധീർ, OSA പ്രസിഡന്റ് അച്യുതൻ K തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം നഗരത്തെക്കുറിച്ചുള്ള ഒരു സംഗീതാൽബം സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമാവുകയാണ്. പാട്ടിന് ഈണവും സ്വരവും നൽകിയത് നിർമ്മിത ബുദ്ധിയാണ് എന്നതാണ് ആൽബത്തെ വേറിട്ടതാക്കുന്നത്. കുന്നോളം കുളമുണ്ട്, കുളത്തോളം കുന്നുണ്ട്, കുന്നം കുളമെന്നൊരു നാട്, കൂട്ടുകാരെ ഇത് സ്വർഗ വീട്. അങ്ങാടികൾ പല വഴികൾ, ചങ്ങാത്തം കൂടും കടമുറികൾ, പെരുന്തച്ചൻ കൊത്തിയ പള്ളികൾ, പെരുമ ചൊറിയും ചരിത്രങ്ങൾ. കുന്നംകുളത്തിന്റെ പഴമയും പാരമ്പര്യവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുന്നംകുളം ഒരു മഹോദയ പട്ടണം എന്ന ആൽബം നിർമ്മിച്ചിരിക്കുന്നത് സയൻഷ്യ അക്കാദമി ഓഫ് സയൻസിന്റെ രുക്മിണി പ്രൊഡക്ഷൻസ് എന്ന ബാനറിലാണ്. നന്മ ചൊരിയും ഹൃദയങ്ങൾ, ക്ഷേത്രങ്ങൾ, സംഗതികൾ അനവധി സമ്മേളിക്കും നാട്. കുന്നംകുളമൊരു മഹോദയ പട്ടണമാണ്. ഇതിനകം ആയിരക്കണക്കിന് പേർ കണ്ട ആൽബം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ പ്രശംസകളാണ് നേടുന്നത്. അബിൽ ബാബുവാണ് ആൽബത്തിന്റെ സംവിധായകൻ. വലിയങ്ങാടി, വിവിധ ആരാധനാലയങ്ങൾ, നോട്ട്ബുക്ക് വ്യവസായം, കലശമല, കുറുക്കൻപാറയിലെ കൽശില്പികൾ തുടങ്ങി കുന്നംകുളത്തെ അടയാളപ്പെടുത്തുന്ന കാഴ്ചകൾ മനോഹരമായി പകർത്തിയ ക്യാമറയ്ക്ക് പിന്നിലും അബിലാണ്. കുന്നോളം കുളമുണ്ടേ, കുളത്തോളം കുന്നുണ്ടേ എന്ന് തുടങ്ങുന്ന വരികൾ എഴുതിയത് സയൻഷ്യ അക്കാദമി പ്രിൻസിപ്പാൾ ശ്യാമേഷ് രാഘവനാണ്. സിനിമ, സീരിയൽ, ബാലതാരം മെഹക് പൊന്നു, സയൻഷ്യയിലെ അധ്യാപകരായ അഭിനന്ദ് VR എന്നിവർ അഭിനേതാക്കളായി. അതുൽ KC എഡിറ്റിംഗ്, ജയലാൽ മങ്ങാട് ആർട്ട്, കിഷൻ കണ്ണൻ, ഐസക് ഹെൻറി എന്നിവരും പിന്നണിയിൽ പ്രവർത്തിച്ചു. രുക്മിണി പ്രൊഡക്ഷൻസിന്റെ 2ാമത്തെ ആൽബമാണ് കുന്നംകുളം ഒരു മഹോദയ പട്ടണം. ന്യൂസ് ഡെസ്ക് CCTV.
യങ് ഇന്ത്യ പ്രചരണത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ആനായിക്കൽ ടറഫിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് വിഘ്നേശ്വര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് ജെറിൻ പി രാജു അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PI തോമസ്, വർഗീസ് ചൊവ്വന്നൂർ, മുൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് AM നിതീഷ്, വിനോജ് തമ്പി, കെ ജോ, മിഥുൻ പാറേമ്പാടം, ലിജോ എന്നിവർ മത്സരത്തിന് നേതൃത്വം നൽകി. സമഗ്ര ശിക്ഷ കേരളം ചാവക്കാട് BRC 2024-25 വർഷത്തിലെ ഹെൽപ്പിംഗ് ഹാൻഡ് പഠന പരിപോഷണ പരിപാടി നടത്തി. 5 മുതൽ 12 വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് ഭാഷാ വിഷയങ്ങൾ, സാമൂഹ്യശാസ്ത്രം, ശാസ്ത്രം, ഗണിതം എന്നീ വിഷയങ്ങളിലാണ് പഠന പരിപോഷണ പരിപാടി നടപ്പിലാക്കുന്നത്. വിദ്യാലയങ്ങളിൽ തയ്യാറാക്കിയിട്ടുള്ള അക്കാദമിക മാസ്റ്റർ പ്ലാൻ മുൻനിർത്തി പഠന ലക്ഷ്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രോജക്റ്റുകൾ പാഠഭാഗങ്ങളോട് ചേർന്നാണ് സ്കൂളിൽ നടപ്പിലാക്കേണ്ടത്. ഇതിന്റെ ഭാഗമായി ചാവക്കാട് BRCയിൽ വെച്ച് നടന്ന പ്രോജക്ട് അവതരണത്തിന്റെ ഉദ്ഘാടനം ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ് നിർവഹിച്ചു. BRC ട്രെയിനർ MT സംഗീത അധ്യക്ഷയായി. പനങ്ങാട് കൃഷ്ണ ITയിലെ ടീച്ചർ എഡ്യൂക്കേറ്റർ PC തോംസൺ മുഖ്യാതിഥിയായി. ചാവക്കാട് BRC ട്രെയിനർ TS അജിത, CRC കോർഡിനേറ്റർ BG ചാക്കോ എന്നിവർ സംസാരിച്ചു. തൃശൂർ ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ VJ ബാബുവും PC തോംസണുമാണ് പ്രോജക്ട് വിലയിരുത്തുന്നത്. BRC തല UP വിദ്യാലയങ്ങളിലെ പ്രോജക്റ്റുകളാണ് അവതരിപ്പിച്ചത്. 29-ന് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗം പ്രോജക്ട് അവതരിപ്പിക്കും. വിരമിച്ചതിനു ശേഷവും രാജ്യത്തിനായി സേവനം ചെയ്യുന്ന ജവാനാണ് മേജർ KP ജോസഫ്. കാർഗിൽ യുദ്ധത്തിൽ പങ്കാളിയായ ഇദ്ദേഹം രാജ്യത്തിന്റെ സേനകളിൽ പ്രവേശനം നേടാൻ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് സൗജന്യമായി പരിശീലനം നൽകി വരികയും ചെയ്യുന്നു. റഷീദ് എരുമപ്പെട്ടി തയ്യാറാക്കിയ റിപ്പോർട്ട്. എരുമപ്പെട്ടി സ്വദേശിയാണ് മേജർ KP ജോസഫ്. ഇന്ത്യൻ സേനകളിലെ ഓഫീസർ തസ്തിക ഉൾപ്പെടെയുള്ള സേവനങ്ങളിലേക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവരെ അതിനെ പ്രാപ്തരാക്കുന്നതിനു വേണ്ടി 16 വർഷമായി സൗജന്യ പരിശീലന ക്ലാസുകൾ നടത്തിവരുന്നു. റീച്ച് ഫോർ ദി സ്റ്റാർ എന്ന പേരിൽ ഓഫ്ലൈനായും ഓൺലൈനായും നടത്തിവരുന്ന പരിശീലന ക്ലാസുകളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ വന്നു നോക്കിയപ്പോൾ കൂടുതൽ ഓഫീസേഴ്സൊന്നും ആരും ഈ പ്രദേശത്ത് ഞാൻ കണ്ടില്ല. പ്ലസ് UPSC എക്സാമിൽ എഴുതാനായിട്ട് കുട്ടികളെ അതിനെക്കുറിച്ചിട്ട് മാത്സിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം കുറേ പേര് പോകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ എരുമപ്പെട്ടി സ്കൂളിൽ ഒരിക്കലും ക്യാമ്പ് നടത്തുകയുണ്ടായി. അതൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ അങ്ങനെ സബ്ജക്റ്റ് ക്ലാസ്സുകൾ കൊടുക്കണം എന്ന് തോന്നി. UPSC എൻട്രൻസിനോട് ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളിലെ ക്ലാസ്സുകൾ അങ്ങനെയാണ് തുടങ്ങാൻ ഇടയായത്. കൂടുതലും എല്ലാം തന്നെ അവരെന്നെ ഈ ഒരു പരീക്ഷകളിലോട്ടും മത്സര പരീക്ഷകളിലോട്ടും ഫോക്കസ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ നേവിയിലോട്ട് കൂടുതൽ കുട്ടികളെ ഓഫീസർ പദവിയിലോട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിന് വേണ്ട ഫ്രീ ഗൈഡ് ലൈൻസ് ക്ലാസ് കൊടുക്കാൻ ഒരു മനസ്സിൽ തോന്നാൻ കാരണമുണ്ടായിരുന്നു. ഈ ക്ലാസുകളിൽ പങ്കെടുത്ത നിരവധി വിദ്യാർത്ഥികൾ ഇതിനോടകം കര, നാവിക, വ്യോമസേനകളിലേക്കുള്ള പ്രവേശന പരീക്ഷകളിൽ വിജയികളായിട്ടുണ്ട്. പലരും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. സ്വന്തം വീട്ടിൽ സൗകര്യങ്ങളൊരുക്കിയാണ് ക്ലാസുകൾ നടത്തുന്നത്. ഭക്ഷണം നൽകുന്നതിനോടൊപ്പം ദൂരെ സ്ഥലങ്ങളിൽ നിന്നെത്തുന്നവർക്ക് താമസ സൗകര്യവും നൽകുന്നുണ്ട്. മേജർ KP ജോസഫിന് പുറമെ വിവിധ സേനകളിൽ നിന്ന് വിരമിച്ച പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരും വിദഗ്ധരായ അധ്യാപകരും ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നു. ഇവിടെ നിങ്ങൾ എല്ലാ ദിവസവും ഈവനിങ് 7 മണി മുതൽ 8 മണി വരെ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. NDA, FCAT, CDS, INET എന്നീ സിലബസോട് ബേസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഉള്ളത്. എല്ലാ സെക്കൻഡ് സാറ്റർഡേയും ക്ലാസ്സുകളുണ്ട്. കൂടാതെ എല്ലാ ലോങ് ഹോളിഡേയ്സ്, എല്ലാ സമ്മർ വെക്കേഷൻസ്, ക്രിസ്മസ്, ഓണം തുടങ്ങി കുറച്ച് കൂടുതൽ ദിവസം കുട്ടികൾക്ക് അവധിയുള്ള ദിവസങ്ങളിലെല്ലാം ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട്. ഒരു ക്ലാസ്സുകൾക്കും ഫീസൊന്നും മേടിക്കാറില്ല. തന്റെ സേവനത്തിനായി രാജ്യം നൽകുന്ന പെൻഷൻ തുക മേജർ KP ജോസഫ് ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. 1976-ലാണ് KP ജോസഫ് സേനയിൽ പ്രവേശിച്ചത്. വിവിധ യൂണിറ്റുകളുടെ ഓഫീസർ കമാൻഡിംഗ് ഉൾപ്പെടെയുള്ള തസ്തികകളിൽ പ്രവർത്തിച്ചു. 33 വർഷത്തെ സേവനത്തിനു ശേഷം 2008-ൽ വിരമിച്ചു. ഈ കാലയളവിനുള്ളിൽ സ്തുത്യർഹമായ സേവനങ്ങൾക്ക് നിരവധി മെഡലുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കാർഗിൽ യുദ്ധവിജയത്തിന്റെ 25ാം വാർഷികം ആഘോഷിച്ചു. കാർഗിലിൽ വീരമൃത്യു വരിച്ച ധീര ജവാന്മാരുടെ സ്മരണയ്ക്ക് മുൻപിൽ വിവിധയിടങ്ങളിൽ അനുസ്മരണം സംഘടിപ്പിച്ചു.
പൈതൃകം ഗുരുവായൂർ സൈനിക സേവാ സമിതിയുടെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന കാർഗിൽ വിജയ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. നഗരസഭാ വായനശാലാങ്കണത്തിലെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം പ്രത്യേകം സജ്ജമാക്കിയ അമർ ജവാൻ സ്തൂപത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി പുഷ്പാർച്ചന നടത്തിയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് വായനശാല ഹാളിൽ നടന്ന ചടങ്ങ് 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്ത ബ്രിഗേഡിയർ രവീന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. പൈതൃകം സൈനിക സേവാ സമിതിയുടെ പൊന്നാടയും ഉപഹാരവും രവീന്ദ്രൻ നായർക്ക് നൽകി. പൈതൃകം സൈനിക സേവാ സമിതി ചെയർമാനും കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം ഹോംഗാർഡുകളായി സേവനമനുഷ്ഠിക്കുന്നവരെ ബാഡ്ജ് ഓഫ് ഓണർ, ഉപഹാരം എന്നിവ നൽകി ആദരിച്ചു. കുന്നംകുളം പോളിടെക്നിക്, മമ്മിയൂർ LF കോളേജ് എന്നിവിടങ്ങളിലെ NCC കേഡറ്റുകളുടെ പരേഡും ഉണ്ടായിരുന്നു. പൈതൃകം ഗുരുവായൂർ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് ആമുഖ പ്രഭാഷണം നടത്തി. മേജർ PJ സ്റ്റൈജു, മാധ്യമപ്രവർത്തകൻ VP ഉണ്ണികൃഷ്ണൻ, ജനറൽ കൺവീനർ KK വേലായുധൻ, ഖജാൻജി K സുഗതൻ, പൈതൃകം രക്ഷാധികാരി പ്രൊഫസർ VM നാരായണൻ നമ്പൂതിരി, സെക്രട്ടറി മധു K നായർ, മറ്റ് കൺവീനർമാർ തുടങ്ങിയവർ സംസാരിച്ചു. പയ്യൂർക്കാവ് ഭാരത് ആർമി ഫാൻസിന്റെ നേതൃത്വത്തിൽ അമർ ജവാൻ സ്മൃതി മണ്ഡപത്തിൽ ദീപം തെളിയിച്ചു. പ്രോഗ്രാം കൺവീനർ വിജയൻ പുളിയാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ AV രഞ്ജിത്ത്, AK അജി, CV പ്രജനീഷ്, ബാലചന്ദ്രൻ പുണർത്തം എന്നിവർ നേതൃത്വം നൽകി. ഭാരത് ആർമി ഫാൻസ് അംഗങ്ങളും പ്രദേശവാസികളും പങ്കെടുത്തു. കാട്ടകമ്പാൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ നെഹ്റു യുവകേന്ദ്രയുടെ സഹകരണത്തോടെ നടന്ന ചടങ്ങ് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. പാലാട്ടുമുറി സെന്ററിൽ നടന്ന ചടങ്ങിൽ 19 വർഷം ബംഗാളിലും പഞ്ചാബിലും ആസാമിലും ഹരിയാനയിലും മിലിറ്ററിയിൽ സേവനമനുഷ്ഠിച്ച് നിരവധി മെഡലുകൾ വാങ്ങിയ മിലിറ്ററി ഉണ്ണിയേട്ടൻ എന്നറിയപ്പെടുന്ന TM ഇയ്യുക്കുട്ടിയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തനിക്കു കിട്ടിയ മെഡലുകൾ ധരിച്ചുകൊണ്ടായിരുന്നു ഉണ്ണിയേട്ടൻ ചടങ്ങിനെത്തിയത് എന്നത് ശ്രദ്ധേയമായി. ചടങ്ങിൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ മുഖ്യാതിഥിയായി. ബിജോയ് B തോലത്ത്, MM അലി, ശശിധരൻ കണ്ടമ്പള്ളി, NM റഫീഖ്, VK മുഹമ്മദ്, KV മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. പോർക്കുളം സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ കാർഗിൽ യുദ്ധസമയത്ത് സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച ധീരയോദ്ധാക്കളെ ആദരിച്ചു. കാർഗിൽ യുദ്ധകാലത്ത് ഇന്ത്യൻ എയർഫോഴ്സ് ജൂനിയർ വാറണ്ട് ഓഫീസറായിരുന്ന അഗതിയൂർ കോവിലകം ഹർഷൻ, ഇന്ത്യൻ ആർമിയുടെ 7 മദ്രാസ് റെജിമെന്റിന്റെ ഭാഗമായിരുന്ന ഹവിൽദാർ അഗതിയൂർ കാരാമിൽ രത്നകുമാർ എന്നിവരെയാണ് പോർക്കുളം സേവാഭാരതി അവരുടെ വീടുകളിലെത്തി പൊന്നാടയണിച്ച് ആദരിച്ചത്. പോർക്കുളം സേവാഭാരതി പ്രസിഡന്റ് മനോജ് കുമാർ കരുമത്തിൽ, സെക്രട്ടറി മണിക്കുട്ടൻ, സ്വാവലംബൻ കൺവീനർ പ്രദീപ് KS, സാമാജികം കൺവീനർ ഷിബിൻ K എന്നിവർ നേതൃത്വം നൽകി. മധുര വിതരണവും നടന്നു. കാർഗിൽ യുദ്ധത്തിൽ പങ്കാളിയായ മേജർ KP ജോസഫിനെ പഴഞ്ഞി MD കോളേജിലെ NCC കേഡറ്റുകൾ ആദരിച്ചു. NCC 7 കേരള ഗേൾസ് ബറ്റാലിയനാണ് അദ്ദേഹത്തിന്റെ എരുമപ്പെട്ടിയിലെ വസതിയിലെത്തി അനുമോദിച്ചത്. കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ B ബിജോയ്, ക്യാപ്റ്റൻ ഡോക്ടർ KS ഷഹീദ എന്നിവരുടെ നേതൃത്വത്തിൽ കേഡറ്റ് അണ്ടർ ഓഫീസർ TP അരുണിമ പൂച്ചെണ്ട് നൽകി. ആദരസൂചകമായി കേഡറ്റുകൾ പരേഡ് ചെയ്ത് സല്യൂട്ട് നൽകി. കാർഗിൽ യുദ്ധത്തിൽ പങ്കാളിയായ മേജർ KP ജോസഫിനെ എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ ആദരിച്ചു. സ്കൂൾ ബാൻഡിന്റെയും സ്കൗട്ടിന്റെയും അകമ്പടിയോടെ എത്തിയാണ് സ്കൂൾ അധികൃതർ ആദരിച്ചത്. സ്കൂൾ മാനേജർ ഫാദർ ജോഷിയാളൂർ പൂച്ചെണ്ട് സമ്മാനിച്ചു. എരുമപ്പെട്ടി ഫൊറോനാപ്പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രകാശ് പുത്തൂർ, ഡീക്കൻ സാൽവിൻ കണനായ്ക്കൽ, സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ആൻസിലിൻ പൂവത്താനം, മിജോ ജോസ്, കൈക്കാരന്മാരായ KP ഫ്രിൻഡോ, KP ഫ്രാൻസിസ്, CK ജോർജ്, പ്രതിനിധിയോഗം സെക്രട്ടറി MD ജോജി എന്നിവർ പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. മൂന്നാറിലെ നീലക്കുറിഞ്ഞിയെ ഓർമ്മിപ്പിക്കും വിധം ചാവക്കാട് നഗരത്തെ മനോഹാരിതയിലാക്കി കുളവാഴപ്പൂക്കൾ. സിവിൽ സ്റ്റേഷൻ എതിർവശത്തെ പാടത്താണ് നയന മനോഹാരിത സമ്മാനിച്ച് വയലറ്റ് നിറത്തോടുകൂടിയ കുളവാഴപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത്. ദിവസങ്ങൾ കൊണ്ട് ഇരട്ടി വ്യാപിക്കുന്നത് കുളവാഴകളുടെ പ്രത്യേകതയാണ്. ഇവയിൽ ഉണ്ടാകുന്ന പൂക്കളുടെ സൗന്ദര്യവും ഏറെ ആകർഷണീയമാണ്. മഴ തുടങ്ങിയതോടെയാണ് കുളവാഴപ്പൂവ് ഇടാൻ തുടങ്ങിയത്. പടർന്നു പന്തലിച്ചതോടെ കാണികൾക്ക് കൗതുകവും മനോഹാരിതയും നൽകുകയാണ്. നിപ ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ വവ്വാൽ പേടിയിൽ വെള്ളാറ്റഞ്ഞൂർ പ്രദേശം. ആയിരക്കണക്കിന് വവ്വാലുകളാണ് ജനങ്ങൾക്ക് ഭീതി പരത്തി വൈകുന്നേരങ്ങളിൽ വിഹരിക്കുന്നത്. വേലൂർ വെള്ളാറ്റഞ്ഞൂർ പ്രദേശത്ത് കൂറ്റൻ മരങ്ങളുടെ മുകളിലുള്ള വവ്വാലുകളാണ് പരിസരവാസികൾക്ക് ദുരിതമാകുന്നത്. മാവ്, തേക്ക്, മഹാഗണി, മട്ടി തുടങ്ങിയ മരങ്ങളിലാണ് ഇവരുടെ വാസസ്ഥാനം. ഇവയുടെ വിസർജ്യം കിണറുകളിലും ശുദ്ധജല ടാങ്കുകളിലും എത്തുന്നതായാണ് നാട്ടുകാരുടെ പരാതി. വവ്വാലിന്റെ വിസർജ്യം കിണറ്റിലെ വെള്ളത്തിൽ വീണാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ നാട്ടുകാരെ വലിയ തോതിൽ അസ്വസ്ഥരാക്കുന്നുണ്ട്.
സമീപവാസികൾ പലതവണ ഓലപ്പടക്കം പൊട്ടിച്ച് ഇവയെ തുരത്താൻ ശ്രമിച്ചെങ്കിലും മണിക്കൂറുകൾക്കകം തിരിച്ചെത്തുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വൈകുന്നേരങ്ങളിൽ ആയിരക്കണക്കിന് വവ്വാലുകളാണ് ഇവിടെ എത്തുക. വവ്വാലിന്റെ കരച്ചിലും രാത്രി ഏറെ പ്രയാസമുണ്ടാക്കുന്നതായി നാട്ടുകാർ പറയുന്നു. വവ്വാലിന്റെ ശല്യം കാരണം നേന്ത്രക്കുലകൾ വരെ വലകൾ കൊണ്ട് മൂടിയിട്ടിരിക്കുകയാണ്. നിപ വൈറസിന്റെ ഗൗരവം കണക്കിലെടുത്തെങ്കിലും വവ്വാലുകളെ നീക്കം ചെയ്യാനാവശ്യമായ നടപടികൾ എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വർഷങ്ങളായിട്ട് ഈ വവ്വാലുകളോട് താമസമുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ശല്യമാണ്. കിണറുകളിലൊക്കെ അവർ കാഷ്ടിച്ചിടുന്നുണ്ട്. അത് കാരണം ഞങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് അനുഭവപ്പെടുന്നത്. CCTV ന്യൂസ് വേലൂർ. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ ചരിത്രപ്രസിദ്ധമായ മുത്തിയമ്മ പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ച് ആഘോഷമായ പാട്ടുകുർബാനയും ലതീഞ്ഞ നൊവേന തുടങ്ങിയ തിരുകർമ്മങ്ങളും നടന്നു. വികാരി ഫാദർ വിൽസൺ പിടിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജിതിൻ മാറോക്കി, ഫാദർ ജേക്കബ് പള്ളിപ്പുറത്ത്, ഫാദർ ജേസൺ പുതുപ്പള്ളിൽ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് മുത്തിയമ്മ പള്ളിയിൽ നിന്നും ആരംഭിച്ച പ്രദക്ഷിണം ഇടവക ദേവാലയത്തിൽ സമാപിച്ചു. തുടർന്ന് നേർച്ചപ്പായസ വിതരണവുമുണ്ടായി. ജനറൽ കൺവീനർ PP ഡേവിസ്, കൺവീനർമാരായ ചാർലി ചാക്കോ, CT കുര്യാക്കോസ്, ടോണി ഫ്രാൻസിസ്, കൈക്കാരന്മാരായ PJ ലിയോ, PK ആന്റണി, PB പിയൂസ് എന്നിവർ പ്രദക്ഷിണത്തിനും തിരുനാൾ ആഘോഷത്തിനും നേതൃത്വം നൽകി. ഗുരുവായൂരിൽ സൈക്കിൾ യാത്രികൻ കുഴഞ്ഞു വീണ് മരിച്ചു. ഇരിങ്ങപ്പുറം കൃഷ്ണപിള്ള നഗറിനടുത്ത് വേളുവീട്ടിൽ 56 വയസ്സുള്ള ദാസനാണ് മരിച്ചത്. നാളികേരം പൊളിക്കുന്ന ജോലി കഴിഞ്ഞ് സൈക്കിളിൽ വരുന്നതിനിടെ ഉച്ചയ്ക്ക് 12:30 ചെമ്മണ്ണൂർ അങ്ങാടി റോഡിലാണ് കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ എക്സ് പ്രവർത്തകരെത്തി ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9 ചൂൽപ്പുറം ക്രിമിറ്റോറിയത്തിൽ നടക്കും. ശ്രീജ ഭാര്യയാണ്. സാമൂഹ്യനീതി വകുപ്പിന്റെ കുന്നംകുളം സ്മൃതിപഥം ഡിമെൻഷ്യ കെയർ സെന്ററിൽ സൗജന്യ മെമ്മറി ക്ലിനിക്ക് നടന്നു. ക്യാമ്പിൽ സൗജന്യ മറവിരോഗ പരിശോധനയും ഷുഗർ, പ്രഷർ എന്നിവയുടെ പരിശോധനയും ഉണ്ടായി. കുടുംബ പരിചാരകർക്കായി പരിചരണം മൂലമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദത്തെ എങ്ങനെ നിയന്ത്രിക്കാം എന്ന വിഷയത്തിൽ സ്ഥാപനത്തിലെ ഡിമെൻഷ്യ കെയർ സോഷ്യൽ വർക്കറും അഡ്മിനിസ്ട്രേറ്ററുമായ സുരേഷ് കുമാർ ക്ലാസ് എടുത്തു. മറവി രോഗബാധിതരും കുടുംബാംഗങ്ങളുമടക്കം 63ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ക്രൈസ്റ്റ് ആർട്സ് സിൽവർ ജൂബിലി സമാപന സമ്മേളനം ശനിയാഴ്ച മുണ്ടത്തിക്കോട് രാജഗിരി നഗറിലെ CKC സ്കൂളിൽ നടക്കും. വൈകിട്ട് 6 നടക്കുന്ന സമാപന സമ്മേളനം സിനി ആർട്ടിസ്റ്റ് ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്യും. ക്രൈസ്റ്റ് ആർട്സ് പ്രസിഡന്റ് KP ജോയ്സൺ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സിനി ആർട്ടിസ്റ്റ് രചന നാരായണൻകുട്ടി മുഖ്യാതിഥിയാകും. തുടർന്ന് ക്രൈസ്റ്റ് ആർട്സ് അംഗങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും നാടകവും അരങ്ങേറും. ചാവക്കാട് ജീവകാരുണ്യ സംഘടനയായ താങ്ങും തണലും കൂട്ടായ്മയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ചാവക്കാട് ബീച്ച് റോഡ് പെട്രോൾ പമ്പിന് മുന്നിൽ പ്രവർത്തനം ആരംഭിച്ച ഓഫീസ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. താങ്ങും തണലും ട്രസ്റ്റ് പ്രസിഡന്റ് ഷാജി വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി അബ്ദുള്ള തിരുവത്ത് ആമുഖ പ്രഭാഷണവും നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് മുഖ്യപ്രഭാഷണവും നടത്തി. ഗുരുവായൂർ ACP TS സിനോജ് മുഖ്യാതിഥിയായി. വാർഡ് കൌൺസിലർ KP രഞ്ജിത് കുമാർ, കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ വിതരണം ചെയ്തു. അംഗങ്ങളായ നാസർ പറമ്പൻ, സിയാദ് അലി, അബ്ദുൾ ഖാദർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിറനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സഹകാരി സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനായി കൺവെൻഷൻ നടത്തി. ജൂലൈ 28 നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി CPIM കേച്ചേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിലെ CF ജെയിംസ് സ്മാരക ഹാളിൽ ചേർന്ന കൺവെൻഷൻ CPIM ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ഫലമായി ബാങ്ക് സർവനാശത്തിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണെന്ന് സെബാസ്റ്റ്യൻ മാസ്റ്റർ പറഞ്ഞു. അർഹരായവർക്ക് മെമ്പർഷിപ്പോ വായ്പയോ നൽകാതെയും സാധാരണക്കാരുടെ ആശ്രയമാകേണ്ട സഹകരണ ബാങ്ക് സ്വകാര്യ താൽപര്യങ്ങൾക്കായി ഏതാനും ചില തൽപരകക്ഷികളുടെയും ഭൂമാഫികളുടെയും സ്വകാര്യ സ്വത്തായി കൊണ്ടുനടക്കുന്ന ബാങ്ക് ഭരണസമിതിക്കെതിരെ ജനകീയ പ്രതിരോധം ഉണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KS കരീം അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ VK ഹരിദാസ്, ഡേവിസ് മണലി, പഞ്ചായത്ത് അംഗം TP പ്രജീഷ് എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറായി BK ഹരിദാസിനെ തെരഞ്ഞെടുത്തു. സ്ഥാനാർത്ഥികളായ NA ഇക്ബാൽ, CJ തോമസ്, AK പരമേശ്വരൻ, PA മുഹമ്മദ് അലി, CA വർഗീസ്, CF സണ്ണി എന്നിവരാണ് ബാങ്ക് ഭരണസമിതിയിലേക്ക് മത്സരിക്കുന്ന സഹകാരി സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികൾ. CCTV ന്യൂസ്, കേച്ചേരി. ആനകളുടെ ഫോട്ടോ കണ്ടാൽ ഉടനെ പേര് വിവരങ്ങൾ നൽകുന്ന 5 വയസ്സുകാരൻ ധ്രുവദക്ഷ് ആനപ്രേമികൾക്കിടയിൽ താരമാകുന്നു. കൊമ്പും കുറിയും ചെവിയും കണ്ട് ഏത് ആനയാണെന്ന് തിരിച്ചറിയുവാൻ ഈ കൊച്ചുമിടുക്കന് സാധിക്കും.
കൊമ്പും കുറിയും ചെവിയും കണ്ട് ഏതാനയാണെന്ന് തിരിച്ചറിഞ്ഞ് ആനപ്രേമികൾക്കിടയിൽ താരമാവുകയാണ് ചങ്ങരംകുളം കോക്കൂരിലെ LKG വിദ്യാർത്ഥിയായ ധ്രുവദക്ഷ്. ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ചങ്ങരംകുളം കോക്കൂർ വാളത്തുവളപ്പിൽ പ്രവീൺ ഹരിത ദമ്പതികളുടെ മകനാണ് ധ്രുവദക്ഷ്. വളയംകുളം മുഹമ്മദ് കുട്ടി മെമ്മോറിയൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ LKG വിദ്യാർത്ഥിയാണ്. സ്കൂളിൽ നിന്നും ടീച്ചർ പകർത്തിയ ദൃശ്യമാണ് വൈറലായത്. വിനോദയാത്ര പോയതിന്റെ വിവരങ്ങൾ ക്ലാസ് ടീച്ചറുമായി പങ്കുവയ്ക്കുന്നതിനിടെ കൊടൈക്കനാൽ കാട്ടിലേക്കാണ് അരിക്കൊമ്പനെ അയച്ചതെന്നും തനിക്ക് ഏതാനകളെ കണ്ടാലും പേരു പറയാൻ കഴിയുമെന്നും ടീച്ചറോട് ധ്രുവദക്ഷ് പറഞ്ഞു. പരീക്ഷണത്തിനായി ഗുരുവായൂർ കേശവന്റെ ഫോട്ടോ മൊബൈലിൽ കാണിച്ചു കൊടുക്കുകയും ഫോട്ടോ കണ്ടയുടൻ ഇത് ഗുരുവായൂർ കേശവനാണെന്നും ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ടായിരുന്ന ആനയാണെന്നും ഇത് ചെരിഞ്ഞുപോയെന്നും ടീച്ചറോട് മറുപടി പറഞ്ഞു. ഇതോ ഇത് ഇത് പിന്നീട് ടീച്ചർ മൊബൈലിൽ കാണിച്ചു കൊടുക്കുന്ന ഓരോ ആനകളുടെയും പേരുകൾ കൃത്യമായി ധ്രുവദക്ഷ് പറഞ്ഞതോടെ ക്ലാസ് ടീച്ചറും ഞെട്ടി. തുടർന്ന് ക്ലാസ് ടീച്ചർ സുബിത സലീം ഈ വീഡിയോ പകർത്തി സ്കൂൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. അവിടെ നിന്നും ഷെയർ ചെയ്ത വീഡിയോ സിനിമാ താരവും ആനപ്രേമിയുമായ ജയറാം തന്റെ മുഖപുസ്തകത്തിൽ ഷെയർ ചെയ്തതോടെ ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഏറ്റെടുക്കുകയായിരുന്നു. ആനയുടെ പേരൊക്കെ ഇവിടുന്നാണ് പഠിച്ചത്. ചോറും മുമ്പലും ഇല്ലാത്തപ്പോഴും ഇങ്ങനെ ഫോണിൽ കാണും, അപ്പൊ ഇങ്ങനെ പഠിഞ്ഞു തുടങ്ങി. എങ്ങനെ ഈ ആനകളൊക്കെ തിരിച്ചറിയാ? എന്ത് നോക്കിട്ടാ തിരിച്ചറിയാറ്? കൊമ്പും തുമ്പിക്കൈയും ഒക്കെ കണ്ടിട്ട്. ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ പ്രകാശിക്കാത്തതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ റാന്തൽ തെളിയിച്ച് പ്രതിഷേധിച്ചു. മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സമരം ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർമാരായ KP റഷീദ്, CS സൂരജ്, VK സുജിത്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് R രവികുമാർ, ബാലൻ വാറനാട്ട്, PI ലാസർ, ശശി വാറനാട്ട്, സ്റ്റീഫൻ ജോസ്, ഷൈൻ മനയിൽ, പ്രിയ രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ കേരളത്തിന്റെ വികസന പ്രതീക്ഷകളെ തീർത്തും അവഗണിച്ചുവെന്ന് ആരോപിച്ച ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. CPM പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം പഴഞ്ഞിൽ നിന്നാരംഭിച്ച് ജെറുസലേം സെന്ററിൽ സമാപിച്ചു. CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം NK ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. NK സതീശൻ അധ്യക്ഷത വഹിച്ചു. AA മണികണ്ഠൻ സ്വാഗതവും VC ഷാജൻ നന്ദിയും പറഞ്ഞു. KR ബിനോഷ്, KK സുനിൽകുമാർ, AY ഹമീദ്, യദുകൃഷ്ണ, PK കൗസല്യ തുടങ്ങിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകിയ മാർച്ചിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ, പാർട്ടി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. CPI കടവല്ലൂർ ലോക്കൽ കമ്മിറ്റി കടവല്ലൂർ സെന്ററിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. CPI കുന്നംകുളം നിയോജകമണ്ഡലം സെക്രട്ടറി KT ഷാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KM മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PK പ്രകാശൻ, സുന്ദരൻ തിപ്പിലശ്ശേരി, സഹദേവൻ തിപ്പിലശ്ശേരി, ബ്രാഞ്ച് സെക്രട്ടറിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. CPM കാട്ടകമ്പ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. TC ചെറിയാൻ, VK ബാബുരാജൻ, AJ സ്റ്റാൻലി, സന്തോഷ് കൊളത്തേരി എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് TS മണികണ്ഠൻ, CK സുജാത, EA മൊയ്തുട്ടി, MK സുധീർ, മനോജ് C ബേബി എന്നിവർ നേതൃത്വം നൽകി. CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെല്ലുവായിൽ നിന്നാരംഭിച്ച പ്രകടനം മങ്ങാട് സെന്ററിൽ സമാപിച്ചു. തുടർന്നു നടന്ന പൊതുയോഗം CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT ദേവസി അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം TK ശിവൻ, PC അബാൽമണി, UK മണി, VC ബിനോജ്, സുമന സുഗതൻ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് കുഞ്ഞുമോൻ കരിയന്നൂർ, NB ബിജു, NP അജയൻ, PC ധർമ്മേഷ്, KK യോഗേഷ്, സ്വപ്ന പ്രദീപ്, നകുല പ്രമോദ് എന്നിവർ നേതൃത്വം നൽകി. CPM വേലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. വേലൂർ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി വേലൂർ ലോക്കൽ സെക്രട്ടറി അബിൽ ബേബി ഉദ്ഘാടനം ചെയ്തു. CPM വേലൂർ ലോക്കൽ കമ്മിറ്റി അംഗവും സെന്റർ ബ്രാഞ്ച് സെക്രട്ടറിയുമായ ജമീല അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം KK രാധാകൃഷ്ണൻ, TM അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. പുന്നയൂർ ഗ്രാമപഞ്ചായത്തും പഞ്ചായത്ത് പരിധിയിലെ അക്ഷയ കേന്ദ്രങ്ങളും സംയുക്തമായി ക്ഷേമ പെൻഷനും ക്ഷേമനിധി പെൻഷനും വാങ്ങിക്കുന്നവർക്കുള്ള മസ്റ്ററിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ക്ഷേമ പെൻഷനുകളുടെയും ക്ഷേമനിധികളുടെയും മസ്റ്ററിംഗ് പ്രോഗ്രാം പ്രകാരം വിവിധ തീയതികളിൽ വിവിധ സ്ഥലങ്ങളിൽ രാവിലെ 10 മുതൽ 4 വരെ ക്യാമ്പ് നടക്കും. 7, 8, 9, 10 വാർഡുകളിലെ മസ്റ്ററിംഗ് 27 ശനിയാഴ്ച എടക്കഴിയൂർ ADLP സ്കൂളിലും 11, 12, 13, 14, 15, 16 വാർഡുകളിലെ മസ്റ്ററിംഗ് 29 തിങ്കളാഴ്ച എടക്കഴിയൂർ ആശുപത്രിയിലും
1, 17, 18, 19, 20 വാർഡുകളിലെ മസ്റ്ററിംഗ് 31 ബുധനാഴ്ച അകലാട് ഒറ്റേനി സിദ്ദിഖുൽ ഇസ്ലാം മദ്രസയിലും നടക്കും. വാർഡുകളിലെ ഗുണഭോക്താക്കൾ ഈ സൗകര്യം കൃത്യമായി പ്രയോജനപ്പെടുത്തണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ പറഞ്ഞു. 33ാമത് പാരീസ് ഒളിമ്പിക്സിനെ സ്വാഗതം ചെയ്ത് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒളിമ്പിക് ദീപശിഖ റാലി സംഘടിപ്പിച്ചു. സ്കൂൾ സീനിയർ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നഗരസഭാ വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷൻ PK ഷബീർ, PTA പ്രസിഡന്റ് VK സുനിൽകുമാർ, വാർഡ് കൌൺസിലർ ബിജു C ബേബി, HM ഇൻചാർജ് അനിൽ മാസ്റ്റർ, രജിതൻ മാസ്റ്റർ, കായിക അധ്യാപകൻ PM ശ്രീനേഷ് എന്നിവർ സംസാരിച്ചു. കോച്ചുമാരായ രാജൻ ഡേവിഡ്, കുര്യാക്കോസ് മാത്യു, സോഹുൽ K ലാൽ, അജിത്, ജിതിൻ എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ പാരീസിൽ നടക്കുന്ന ഈ ഒളിമ്പിക്സിനകത്ത് നമ്മുടെ ഇന്ത്യയുടെ കരുത്ത് തെളിയിക്കുന്ന തരത്തിലുള്ള മത്സരാർത്ഥികൾ തന്നെയാണ് മത്സരിക്കുന്നത്. നേരത്തെ അനിൽ മാച്ച് സൂചിപ്പിച്ച പോലെ ഏറെ നമുക്ക് മെച്ചപ്പെടാൻ വേണ്ടി ഉണ്ട്. കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മെഡലുകളൊക്കെ കിട്ടി വലിയ മുന്നേറ്റം നടത്താൻ. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ കിൻഡർ ഗാർട്ടൻ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ റെയിനി ഡേ ആഘോഷിച്ചു. വിദ്യാർത്ഥികൾക്ക് കുടചൂടി മഴയെ ആസ്വദിക്കാനും പ്രകൃതിയുടെ മനോഹാരിത കണ്ട് മനസ്സിലാക്കാനും സാധിക്കുന്ന രീതിയിലാണ് ആഘോഷ പരിപാടികൾ ക്രമീകരിച്ചത്. മഴയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു നൽകി. മഴയുമായി ബന്ധപ്പെട്ട പാട്ടുകൾ, പ്രസംഗം എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. ക്രാഫ്റ്റ് വർക്കുകളുടെ പ്രദർശനവും ഉണ്ടായി. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, വൈസ് പ്രിൻസിപ്പാൾ C രാധാമണി, അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാട്ടുകാമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ മൂലേപ്പാടുള്ള SC/ST ഫ്ളാറ്റിലേക്കുള്ള വഴി അടിയന്തരമായി ശരിയാക്കുന്നതിനു ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് കാട്ടുകാമ്പാൽ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ നിൽപ്പു സമരം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് കൊള്ളന്നൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വിൽസൺ ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു പാപ്പച്ചൻ, KTUC മണ്ഡലം പ്രസിഡന്റ് രാജൻ പഴുന്നാൻ, മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. തൃത്താല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ കോളേജിലേക്കുള്ള റോഡും പുതിയ കോഴ്സുകളും അനുവദിക്കാത്ത സർക്കാർ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കോളേജ് പരിസരം മുതൽ മലറോഡ് സെന്റർ വരെ പ്രതിഷേധ പ്രകടനം നടത്തി. യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലർ ഹാദിഖ്, ജനറൽ സെക്രട്ടറി മുഹമ്മദ് അജ്മൽ, മാഗസിൻ എഡിറ്റർ ബാസില ബിൻസി, ആർട്സ് സെക്രട്ടറി നസറുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കേക്കാട് പഞ്ചായത്ത് കർഷക ദിനത്തോടനുബന്ധിച്ച് ജൈവ കർഷകൻ, വിദ്യാർത്ഥി കർഷകൻ, കർഷക, തെങ്ങ് കർഷകൻ, SC/ST വിഭാഗത്തിലെ കർഷകൻ, വനിതാ കർഷക, സമ്മിശ്ര കർഷകൻ, ക്ഷീര കർഷകൻ, യുവ കർഷകൻ, നെൽ കർഷകൻ, തേനീച്ച കർഷകൻ എന്നീ വിഭാഗത്തിൽപ്പെട്ട കർഷകരെ ആദരിക്കുന്നതിനായി അപേക്ഷകൾ ക്ഷണിക്കുന്നു. 31-ാം തീയതിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണെന്ന് വടക്കേക്കാട് കൃഷി ഓഫീസർ അറിയിച്ചു. പുന്നയൂർ കടുവാന്തോട്ട് കുടുംബത്തിന്റെ നേതൃത്വത്തിൽ പ്രഥമ മഹാകുടുംബ സംഗമം ജൂലൈ 28 ഞായറാഴ്ച വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് ഭാരവാഹികൾ പുന്നയൂർകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാവക്കാട് മേഖലകളിലെ അതിപുരാതനമായ തറവാടുകളിൽ ഒന്നാണ് പുന്നയൂർ കുരഞ്ഞിയൂരിലെ കടവാന്തോട് തറവാട്. 1841 ജനിച്ച മൊയ്തുവിന്റെ മകൻ കമ്മിണി, ഭാര്യ തിത്തായി എന്നിവരിൽ നിന്നും 9ാം തലമുറയിലെത്തി നിൽക്കുന്ന കടവാന്തോട് കുടുംബങ്ങൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിലായി 400ഓളം കുടുംബമാണ് മഹാകുടുംബസംഗമത്തിൽ പങ്കെടുക്കുന്നത്. സ്നേഹക്കൂട് 2024 എന്ന പേരിൽ എടക്കഴിയൂർ 4-ാം കല്ല് അറോറ കാസ്റ്റിൽ വെച്ച് നടത്തുന്ന പരിപാടി രാവിലെ 9:30 മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. വിവിധ പരിപാടികളും നടക്കും. 4 സെക്ഷനുകളിലായി നടക്കുന്ന സ്നേഹക്കൂട് മഹാകുടുംബസംഗമത്തിലെ ഉദ്ഘാടന സമ്മേളനം 9:30 NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. കടവന്തോട് ഫാമിലി എക്സിക്യൂട്ടീവ് അംഗം അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിക്കും. എഴുത്തുകാരൻ P സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, വാർഡ് മെമ്പർ ഷൈബ ദിനേശൻ എന്നിവർ പങ്കെടുക്കുന്ന ഉദ്ഘാടന സെഷനിൽ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കും. തുടർന്ന് 11 മണി മുതൽ 1:30 വരെ കുടുംബാംഗങ്ങൾ തമ്മിൽ പരിചയപ്പെടൽ, ഫോട്ടോ സെക്ഷൻ എന്നിവയും 1:30 മുതൽ 2:30 വരെ നടത്തുന്ന സ്നേഹവിരുന്നിനു ശേഷം 2:30 മുതൽ വൈകിട്ട് 6 വരെ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും സംഗീത വിരുന്നും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കടവാന്തോട് ഫാമിലി എക്സിക്യൂട്ടീവ് കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ ബഷീർ, പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ, ട്രഷറർ ലിയാഖത്ത് അലി ഖാൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഹഫീസ് ഖാൻ, അബ്ദുൾ നസീർ, അഡ്വക്കേറ്റ് അക്തർ അഹമ്മദ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, പുന്നയൂർകുളം.
ഖോ അണ്ടർ 17 നാഷണൽ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച വിദ്യാർത്ഥി റിയ ഫാത്തിമയെ ബാലസംഘം ചുളപ്പുര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. സിപിഐഎം ചിറ്റാട്ടുകര ലോക്കൽ സെക്രട്ടറി PG സുബിദാസ് അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഷീബ പ്രേമൻ അധ്യക്ഷയായി. ബാലസംഘം യൂണിറ്റ് സെക്രട്ടറി MN മുഹമ്മദ് സിനാൻ റിയ ഫാത്തിമയ്ക്ക് ഉപഹാരം സമ്മാനിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CF രാജൻ, ബാലസംഘം രക്ഷാധികാരികളായ KV തമ്പി, സനു തത്തമ്മത്ത്, ജിനീഷ് K ജോസ്, CR സിജിൽ, MK നിഷാദ് എന്നിവർ സംസാരിച്ചു. പൂവത്തൂർ കറുപ്പം വീട്ടിൽ സെയ്ദലവി റംല ദമ്പതികളുടെ മകളായ റിയ ഫാത്തിമ പാവർട്ടി സെന്റ് ജോസ് പബ്ലിക് സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. മുഹമ്മദ് റെയ്ഹാൻ സഹോദരനാണ്. ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പരിധിയിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ മികച്ച രീതിയിൽ കൃഷി ചെയ്ത കർഷകരെ തെരഞ്ഞെടുക്കുന്നതിനും ആദരിക്കുന്നതിനും കൃഷിഭവനിൽ അപേക്ഷ ക്ഷണിക്കുന്നു. വെള്ള പേപ്പറിൽ എഴുതി തയ്യാറാക്കിയ അപേക്ഷ, നികുതി രസീത് എന്നിവ ഓഗസ്റ്റ് 5 തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിവരെ കൃഷിഭവനിൽ സ്വീകരിക്കും. മികച്ച തെങ്ങ് കർഷകൻ, ജൈവ കർഷകൻ, സമ്മിശ്ര കർഷകൻ, പച്ചക്കറി കർഷകൻ, വനിതാ കർഷക, പട്ടികജാതി കർഷകൻ, വിദ്യാർത്ഥി കർഷകൻ, കർഷക, മുതിർന്ന കർഷകൻ, യുവ കർഷകൻ, കർഷക തൊഴിലാളി എന്നീ മേഖലയിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാമെന്ന് ഒരുമനയൂർ കൃഷി ഓഫീസർ അറിയിച്ചു. ഒളിമ്പിക്സിനോടനുബന്ധിച്ച് ഒളിമ്പിക് റിംഗ്സിന്റെ മാതൃകയിൽ കുട്ടികളെ അണിനിരത്തി ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിന് വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സൺസ് ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി നടത്തുന്ന വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം പ്രധാന അധ്യാപിക ജെൻസി KS നിർവഹിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6300 രൂപ, പവന് 50,400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 89 രൂപ. ചരമം ഗുരുവായൂർ ഇരിങ്ങപ്പുറം മൈത്രി ജംഗ്ഷന് സമീപം മേലിട്ട് കൊച്ചു ലോനപ്പൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. റോസിലി ഭാര്യയാണ്. ഷൈനി, ഷൈമി, ഷൈജി, ആൻഡോ എന്നിവർ മക്കളാണ്. വാഗ എടക്കളത്തൂർ തോമസ് മകൻ ജോയ് നിര്യാതനായി. 56 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9 മണിക്ക് വാഗ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി സെമിത്തേരിയിൽ നടക്കും. തലക്കോട്ടുകര പ്രഭാത് നഗറിൽ പരേതനായ മമ്പറമ്പിൽ വേലായുധൻ ഭാര്യ കാർത്തിയായിനി നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11:30 വീട്ടുവളപ്പിൽ നടക്കും. മോഹനൻ, ആനന്ദൻ, ഷാജി, ഷീജ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുരുവായൂർ പൊന്നാനി സംസ്ഥാന പാതയിലെ അപകടക്കുഴികൾ യാത്രക്കാരെ വലയ്ക്കുന്നു. അറ്റകുറ്റപ്പണിയെന്നു പറഞ്ഞ് കണ്ണിൽ പൊടിയിടുന്ന പ്രവൃത്തികൾ ചെയ്തുവെന്നും ആരോപണം. ബസിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യുവതിക്ക് രക്ഷകരായി ജീവനക്കാർ. വടക്കാഞ്ചേരി ചാവക്കാട് റൂട്ടിലോടുന്ന PVT ബസിലെ ഡ്രൈവറും കണ്ടക്ടറുമാണ് ജീവൻ രക്ഷകരായത്. കുന്നംകുളം ഗുരുവായൂർ റോഡിലെ പാതയോരത്തെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികന് പരിക്ക്. പെരുമ്പിലാവ് റോഡിലെ കുഴികളിൽ വീണ് 2 ബൈക്ക് യാത്രികർ മരിച്ച സംഭവത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി. ചാവക്കാട് ജ്വല്ലറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ അസഭ്യം പറഞ്ഞ് ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലെ പ്രതിയെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട് ചാഴിയാട്ടിരി മലയം കുന്നത്ത് വീട്ടിൽ രജീഷാണ് അറസ്റ്റിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.